പൊന്നുട്ടി അക്ഷിതേ സമയം ഇപ്പം എത്ര മണി? ഉച്ച 1:30. അതിരപ്പള്ളി പോയല്ലോ. അവിടെ വീട്ടിൽ പറയില്ല ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങളത് ഇപ്പോഴത്തെ പ്ലാനാ. അതെ, എല്ലാവരും എൻ്റെ മോളിതേ ഗെയിം കളിക്കുന്നു, വൈഫ് ഇതേ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാനാ. പോയല്ലോ പിന്നെ ബൈക്കും വീണ് ആനനെ കാണുമെന്നറിയില്ല. അപ്പോൾ പോവല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. ഡ്രസ്സ് മാറാ ഒറ്റ പോക്ക് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണല്ലേ. ഓക്കേ ബായ് പറഞ്ഞേ. അവിടെ എത്തിയിട്ട് കാണാൻ പറയും. ബായ്. സ്വപ്നങ്ങളെപ്പോ ആഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടോ അപ്പൊക്കെ പോകണം. നമ്മളുള്ള പോലെ പോകണം. ഓക്കെ. ആനേനെ കാണോ കാണില്ല നമുക്കറിയില്ല. ആനേനെ കാണോ? എത്ര എണ്ണം? അപ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ല, നമുക്ക് മോഹം വന്ന നമ്മ പോകണം അല്ലേ. അപ്പം ഉള്ള പോലെ ബൈക്കിൽ പെട്രോൾ അടിച്ചിട്ട് പോകണം. ഫുഡൊന്നും വാങ്ങിച്ചില്ല. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ അവിടേക്ക് പോലെ അമ്മ. ഓക്കെ. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എവിടെ എത്തി? അപ്പോൾ നമ്മ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ്റെ അവിടേക്ക് കിടക്കണം. പാലത്തിനവിടെ ഇപ്പോൾ വെള്ളം ഭയങ്കര കുറവാട്ടാ. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ നമ്മുടെ ചൂണ്ടിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കുറച്ച് നേരം നോക്കിക്കണം അല്ല അവനെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആനേനെ കാണാൻ പോകണം. ആന ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുള്ളൂ അല്ല അവനെ. അപ്പോൾ നമുക്ക് ആനനെ കണ്ടാൽ ഭാഗ്യല്ലേ. കാണൂ. നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ പോകണേട്ടാ. അങ്ങനെ നമ്മൾ സ്ഥിരം ചായ കുടിക്കണം ചേണ്ടാടെ വന്നാട്ടാ. അപ്പോൾ ഒരു കാഴ്ച, ആ ആന വന്ന് കുത്തിപ്പൊളിച്ചു. നമ്മുടെ ചേട്ടൻ വരുന്നു. വന്ന് വരുന്നു. ആന എപ്പോഴാ വന്നേ? ചേട്ടനോട് തന്നെ 2:30 ഒന്നെല്ലാം നശിപ്പിച്ചു. എന്നിട്ട് പുതിയത് ചെയ്തുകൊണ്ടിരിക്കുക. ചേട്ടനും ചേച്ചിയെ കൂടിയിട്ട് എന്തെങ്കിലും നഷ്ടമായ അലമാരൊക്കെ കബോർഡുകളൊക്കെ റെഡി ആക്കിട്ടാ. ചേട്ടൻ്റെ ഫേസ്ബുക്കിലുണ്ട്, ഞാൻ നോക്കട്ടെ എന്തായാലും. അപ്പോൾ അതേ നമ്മളെ ജിജാട്ടൻ പറഞ്ഞത് അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് പോയോക്കാം. അപ്പോൾ അതേ നമ്മൾ സാധനങ്ങൾ ആനേനെ കണ്ടിട്ടാ. നല്ല പണിട്ടേ ആനേനെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അതേ കാണിച്ചു തരട്ടാ. അപ്പോൾ ആന പറ്റിയിട്ട് കഴിക്കാട്ടാ. അപ്പം നമ്മളെ തൊട്ടടുത്ത് തന്നെ ആന നിൽക്കുന്നുണ്ട്. ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോറസ്റ്റ് ആൾക്കാരൊക്കെ കൂടി ഉണ്ട്. അപ്പം ആന നമ്മുടെ ഈ പാന തട്ടിയിട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു കുട്ടി കൊമ്പൻ വരുന്നുണ്ട്. പക്ഷെ അത് ഉള്ളിൽ പോയി. എനിക്ക് വീഡിയോ എടുത്തിട്ട് കിട്ടുന്നില്ല. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയോക്കട്ടെ, അവിടെ ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ ഈ ആനേനെ കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ സ്ഥിരം കാഴ്ചട്ടാ. ഇവിടുത്തെ വരുമാന മാർഗ്ഗമാണ് ഇവിടുത്തെ ആൾക്കാരെ പശു വളർത്തൽ. പക്ഷെ അഴിച്ചിട്ട് സിമ്പിളായിട്ട് കയറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫ്രീ ആക്കി കാട്ടിൽ സ്വതന്ത്രമായിട്ട് വിട്ടിട്ട് കഴിക്കുക. അപ്പോൾ അത്യാവശ്യം അധികം കിട്ടാം. നിറച്ച് പശുക്കളെ ചുറ്റും. അപ്പോൾ നമുക്ക് വഴിയൊക്കെ ഇങ്ങനെ ബ്ലോക്കാക്കി തരും. വേണ്ട, ഇതുപോലെ വഴി ബ്ലോക്കാക്കി തരും. അതുപോലെ തന്നെ ഈ ഇവരെ കൂടുതലും അല്ലേ പുലി, ലെപ്പേഡ് സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള കുറേ വാർത്തകളൊക്കെ കേൾക്കാം. ഇതുപോലെ ഇങ്ങനെ അയച്ചിട്ട് സിമ്പിളായി നടക്കണമെന്നാണ്. അവർക്ക് നാഥനില്ലാണ്ട് കിടന്ന് നടക്കണമായിരുന്ന. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 18-ാം ബ്ലോക്ക് ഉണ്ട്. ഞാൻ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടോ നോക്കാം അല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോടാ. നമ്മൾ ഈ വഴി കൂടെ ആട്ടോ നമ്മൾ നേരെ പോവാ. നോക്കിയേ എന്ത് രസമല്ലേ ഈ ഭാഗം. ഒരു രക്ഷയില്ലാട്ടാ. ജോതി പ്രകൃതി ഭംഗിയാ. നമ്മൾ ഈ കാണുന്ന ഈ റൂട്ടിൽ കൂടെ നേരെ പോകും. പിന്നെ നമ്മൾ ഈ വഴി പോകുമ്പോഴേ നമ്മൾ മാത്രമല്ലോ ബൈക്കുമ്പോൾ ഒരു രക്ഷയില്ല. നോക്കി ഈ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മൊത്തത്തിൽ. ആനപ്പിണ്ടൊക്കെ നിറവുണ്ട് ഈ ബൈക്കുമ്മീന്. എന്തായാലും ഒരു കിട്ടിക്കാച്ച റൂട്ടാണ്. ബൈക്കുമ്പോൾ വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ അല്ലേ. കാറിൽ വന്നൊന്നും ഒരു ആ വൈബ് കിട്ടില്ല അല്ലേ. പിന്നെ
ആ ഒരു രക്ഷയില്ല. ആ കാനപ്പുണ്ടാവും ഇതൊക്കെയാണ്. എങ്ങനെ എന്തോ എന്തായാലും ഈ വഴി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങളിത് മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് വന്ന് കാട്ടാന്ന് വെച്ചാൽ അവപ്പാട്ടം ബ്ലോക്കിൽ നിന്ന് നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചും കൂടിയും ഒരു 1/2 കിലോമീറ്റർ കൂടി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അതിഗംഭീരമായ സ്പോട്ട് കാണാം കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ വഴി പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് എങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ വഴി അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് അങ്ങോട്ട് ഒരു മണ്ണ് വഴിയാണ് പറഞ്ഞത്. നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബൈക്കുമൊക്കെ വന്നു കഴിഞ്ഞാൽ വൈബ് പിടിച്ച സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ആനേനൊക്കെ കണ്ട് ഫാമിലിയൊക്കെ വന്ന് ഒക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കൂടുതൽ ബൈക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ജോതി എഫക്റ്റ് ആയിരിക്കും ഇത് കാണാനായിട്ടും. പിന്നെ നമുക്ക് ഏത് ഉള്ളു വഴിക്ക് വേണമെങ്കിലും നമുക്ക് ബൈക്കുമ്പോൾ പോകാൻ പറ്റും. നമുക്ക് ഇവിടെ ചേട്ടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വഴിക്കോ പറഞ്ഞു തരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ഏതൊരു മണ്ണ് വഴി എന്ന് പറയുള്ളത്. നമ്മൾ അതിന് എന്തായാലും റിസ്ക് എടുക്കുന്നില്ല, നമ്മൾ തിരിച്ച് റിട്ടേൺ പോണ്. അതുപോലെ തന്നെ ഇനി തിരിച്ച് പോകുമ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 4:45 ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇനി ആ പോണ വഴിയുള്ള കാന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വിഷലുകൾ കിട്ടും എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് തിരിക്കാം. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചു. എന്തോരാനെയാ എൻ്റെ പൊന്നെ, നിറച്ചുണ്ട്. എന്തായാലും പേടിയുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഇത്തിരി ദൂരെയാണ് കേട്ടോ, കുറേ ഉണ്ട്. ദേ നിൽക്കണം കണ്ടോ. ഓക്കെ, മൊത്താനകളാ, ഉറച്ചാന കേട്ടോ. അവിടെ മണ്ണ് വാരി എറിയണ്. നിറച്ചെന്ന് വെച്ചാൽ നിറച്ച്. എൻ്റെ അമ്മ ഇത്ര അധികം ആനകളാ അവിടെ. ദേ കണ്ട ആടല്ലേ വന്നെ, നിൽക്ക് നോക്കിയേ, കുറേ ഉണ്ട് കേട്ടാ. അവിടെ അമ്മയും തള്ളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കൂട്ടം നടന്ന് വരുന്നുണ്ട്. ദൈവം അവിടെ നിന്നും വരുന്നുണ്ട്. എൻ്റെ അമ്മ നിറവ് വലിയ രക്ഷിതേ. എനിക്ക് തോന്നണേ ഈ വഴി ക്രോസ് ചെയ്ത് പോകുന്നു തോന്നുന്നുണ്ട് കേട്ടാ. നോക്കിയാ ദേ വരുന്നേ, ഉറച്ചാട്ടോ. എൻ്റെ അമ്മോ, നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയില്ലേ. എന്തോര കായ്സ്. അതിൻ്റെ അവിടെ നിന്ന് ഒരു കുട്ടി കൊമ്പ നടന്നു വരുന്നോക്കി. ബാക്കിൽ വരുന്നുണ്ട് കേട്ടാ. എടാ മോൻ, എന്തോര നടന്ന് വരുന്നുണ്ട് കേട്ടാ. അത് കഴിഞ്ഞ് അടുത്തൊരു കൂട്ടം. എൻ്റെ പൊന്നു, എനിക്ക് അടുത്ത് അത് നമ്മളായിട്ട് ഇത്തിരി എടുത്തിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു 10-15 എന്തായാലും ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് വേറെ കൂട്ടമുണ്ട്. മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് കേട്ടാ. അമ്മാനകൾ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. ദേ കുട്ടിയാനൊക്കെ ആയിട്ട് പോകണം. ഒക്കെ കണ്ട 2 കുട്ടിയാനൊക്കെ മുന്നോട്ടിയെ കണ്ട. അതിൻ്റെ അടിയിലൊരു കുട്ടിയാനൊക്കെ കണ്ട. ആ കുഞ്ഞേതാ കണ്ട. ആനക്കുട്ടികൾ ഒരു 2-3 ഉണ്ട് കേട്ടാ. ഇതേ അവിടെ തല്ലൂർന്ന ആനക്കുട്ടികൾ. ഇത് മാത്രമല്ല കേട്ടോ ആന, ഇതിൻ്റെ തൊട്ട മുകളിലും ഒരു 2 ആനയുണ്ട് കണ്ട. എൻ്റെ തൊട്ട മുകളിലും ആനക്കുട്ടി ഉണ്ട്. എന്താ 2 ചേട്ടനും കൂടി തല്ലൂടുന്നു. തല്ലൂടുന്നു. കുറേ കുട്ടിയാനകളുണ്ട് കേട്ടോ. അറ്റൊക്കെ ഞാൻ വരുമ്പോൾ അറിയാം. ആനക്കുട്ടന്മാരോടൊക്കെ യാത്ര തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോട്ടെ. ഇതേ കുട്ടിയാനൊക്കെ നിൽക്കറ പിന്നെ അവിടെ തല്ലൂട്ടാണ് ആനകൾ തമ്മിൽ. ആനക്കുട്ടിയില്ലേ, മാൻകൂട്ടം കിട്ടിയിട്ടാ നമുക്ക് പോണ വഴി. നിറച്ച് തത്തകളാട്ടോ അവിടെ, ഒരു രക്ഷയില്ല. നടക്കണേ കുറേ മേലുണ്ടല്ലോ. അപ്പം നമുക്കൊരു മാൻകൂട്ടം നമ്മളൊക്കെ കിട്ടിയിട്ടാ. ഭാഗ്യമുണ്ട്, പക്ഷെ നമുക്ക് ഫോണിൽ സൂം ചെയ്ത് കിട്ടുന്നില്ല ഗൈസ്. മലമുഴക്കാഴമ്പല് പയറ് അവിടെ ഇരിക്കുന്നുണ്ട് 2 ഓ ഗൈസ് കിട്ടുന്നില്ല.
ഫ്ലൈ ചെയ്ത് 2 പോകുന്നു. അയ്യോ നമ്മൾ എല്ലാ ആനകളും കണ്ടി തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഒറ്റക്കൊമ്പനാണ് കൊണ്ടിട്ടാ. അതുപോലെ അവിടെ ഒരു കൂട്ടുണ്ട്, അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ആളിങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടാ. ദൂരെയാണ് നിൽക്കുന്നത്, നിൽക്കുന്നത്. നമുക്ക് കയറി പോകട്ടെ അങ്ങോട്ട്. ഒറ്റാനാണ് ഒറ്റാൻ കൂട്ട. ഇനി ആന കേട്ടോ, ആന ക്രോസിങ് ആന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഫോറസ്റ്റുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആന അവിടെ ഓടുന്നു. 2 പേരും കൂടി ഇടിയാന്ന് തോന്നിട്ടാ. മിണ്ടാണ്ട് 2 പേരും കൂടി നടക്കുന്നു. ഫൈറ്റിംഗ് ആവും കേട്ടാ. ഫൈറ്റിംഗ് ആന ഫൈറ്റിംഗ്. ഓ 2 പേരും കൂടി ഇടി കൂടുന്നു കേട്ടാ. ഇടി. ഓ ഗായ്സ്, ഇന്ന് നമുക്ക് കുറെ ആനകളെ കണ്ടിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ആന ഫൈറ്റിങ്. അപ്പോ ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? ഇന്ന് ആനച്ചാകരിന് അല്ലേ? ഓഹോ, ആനച്ചാകര. എത്ര ആന ഉണ്ട്? ഇന്ന് വന്നില്ലെങ്കിൽ ഭയങ്കര മോശമായനല്ലേ, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഇന്ന് കുറെ ആനനെ കണ്ട്, കുറെ മാന്യം കണ്ട് അല്ലേ? നമുക്കിനി ഇവിടെ നമ്മൾ തിരിച്ച് തുമ്പുറുമുഴി ഡാമിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേ, ഡാമല്ല പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ വണ്ടികളെ കാണണം. എൻ്റെ അമ്മ എന്തോരം ആൾക്കാരാ. ഈവനിങ് പരിപാടിക്കായിട്ട് ഫുഡും ചായക്കൊക്കെ കഴിക്കാനാന്ന് തോന്നില്ല ആൾക്കാർ. അപ്പം എന്തായാലും ഞാൻ കാണിച്ചേരട്ടാ, ചായ കുടിക്കാനായിട്ട് വന്ന ആൾക്കാരട്ടാ. ഇതുപോലെ പ്രകൃതി ഭംഗിയായിട്ട് വ്യൂ പോയിന്റിൽ ഇതുപോലത്തെ ഒരു വ്യൂവും ചായക്കടി ഒരു രക്ഷയില്ല എനിക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുക അല്ലേ? ഇന്ന് വന്ന എല്ലാ വീഡിയോകളും സൂപ്പറായെന്ന് വിചാരിക്കുന്നത് അല്ലേ ഷിത? അപ്പോൾ ഇനി നല്ലൊരു ഫോറസ്റ്റ് വീഡിയോ ആയിട്ട് വരാം അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് മുന്നേ ബൈ ടാറ്റ കൊടുത്തേ.